ഫഖുൽനാ യാ ആദമു ഇന്ന ഹാദാ അദുവ്വുൻ ലക വലിസൗജിക ഫലാ യുഖ്രിജന്നകുമാ മിനൽ ജന്നതി ഫതശ്ഖാ. ഫഖുൽനാ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അതിൽ പിന്നെ നാം പറഞ്ഞു. എന്താ പറഞ്ഞത്? യാ ആദം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം എന്ന് വിളിക്കുകയാണ്. യാ ആദം, ഓ ആദം. വിശുദ്ധ ഖുർആനിൽ പലയിടത്ത് വന്ന അതാണ് കേട്ടോ. ആദം എന്നുള്ള പേര് കുറേ പ്രാവശ്യം വന്നിട്ടുണ്ട്. ചിലയിടത്ത് ആദം എന്ന് പറഞ്ഞു, ചിലയിടത്ത് ബനീ ആദം അങ്ങനെ പറഞ്ഞു. യാ ആദം, ഓ ആദം, ഇന്ന ഹാദാ അദുവ്വുൻ ലക്. ഇന്ന ഹാദാ, തീർച്ചയായും ഈ ഇബ്ലീസ് അദുവ്വുൻ ലക, നിനക്ക് ശത്രുവാണ്. നിനക്ക് മാത്രമല്ല വലിസൗജിക്, നിൻ്റെ സൗജിനും. നിൻ്റെ സൗജിനും സൗജ് ആരാ? ആരാ സൗജി? ഹവ്വ. ഹവ്വ അലൈഹിസ്സലാം, അവർക്കും പിന്നെ നിനക്കും ശത്രുവാണ്. ഫലാ യുഖ്രിജന്നകുമാ മിനൽ ജന്ന. അതിനാൽ അത് കാരണത്താൽ ലാ യുഖ്രിജന്നകുമാ, നിങ്ങൾ രണ്ടുപേരെയും അവൻ പുറത്താക്കാൻ ഇടവരരുത്. ലാ യുഖ്രിജന്ന, യുഖ്രിജു പറഞ്ഞാൽ പുറത്താക്കുന്നു. ലാ യുഖ്രിജന്നകുമാ, നിങ്ങളെ ഇരുവരെയും അവൻ പുറത്താക്കുക തന്നെ ചെയ്യരുത്, പുറത്താക്കരുത്. എവിടെ നിന്ന്? മിനൽ ജന്ന, ജന്നത്തിൽ നിന്ന്. മിനൽ ജന്ന, സ്വർഗത്തിൽ നിന്ന്. ഫതശ്ഖാ, എന്താ ഫ എന്ന് പറഞ്ഞാൽ ആ ശത്രു നിങ്ങളെ പുറത്താക്കിയാൽ, എന്താ ഫ എന്ന് പറഞ്ഞാൽ ഫൗൽ ഫസീഹ എന്ന് പറയും. ആ ശത്രുത കാരണത്താൽ അവൻ നിങ്ങളെ ജന്നത്തിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ടെങ്കിൽ തശ്ഖാ. തശ്ഖാ എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾ ഷഖായിൽ അകപ്പെടും. ഷഖാ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൗർഭാഗ്യം, നിങ്ങൾ ദൗർഭാഗ്യത്തിന് അടിപ്പെടും. തശ്ഖാ, നിങ്ങൾ ക്ലേശിക്കും, നിങ്ങൾ ഭാഗ്യം കെട്ടവരാകും, പ്രയാസപ്പെടും, നിങ്ങൾ പ്രയാസപ്പെടും. നിങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ തശ്ഖാ എന്ന് പറഞ്ഞാൽ എന്താ? ഒരാളാണോ രണ്ടാളാണോ? രണ്ടാളാണെങ്കിൽ എന്താ പറയേണ്ടത് അറിയോ? ഇങ്ങനെ പറയേണ്ടത്, തശ്ഖയാ. തശ്ഖയാ, നിങ്ങൾ ഇരുവരും ക്ലേശപ്പെടും, പ്രയാസപ്പെടും. പക്ഷെ ഇവിടെ എന്താ പറഞ്ഞത്? തശ്ഖാ എന്നാണ് പറഞ്ഞത്. നീ പ്രയാസപ്പെടുന്നതാണ്. ആരാ നീ? ആദം മാത്രം. അവൻ ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ, എന്താ അത് അറിയിക്കണത്? നിങ്ങൾ ഇരുവർക്കും ശത്രുവാണ് ഇബ്ലീസ്. അതുകൊണ്ട് നിങ്ങൾ ഇരുവരെയും അവൻ ഒരിക്കലും പുറത്താക്കാൻ ഇടവരരുത്. ഞാൻ ഒരിക്കലും പറഞ്ഞത് ഈ നൂനുള്ളതാണ്, നൂന് തൗക്കീദ്. വലാ യുഖ്രിജന്ന, നിങ്ങളെ പുറത്താക്കുക തന്നെ ചെയ്യരുത് എന്നാണ്. നിങ്ങൾ ഇരുവരെയും സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ടെങ്കിൽ തശ്ഖാ എന്നാണ്, നീ ക്ലേശിക്കുന്നതാണ്. നിങ്ങൾ രണ്ടാളും ക്ലേശിക്കുന്നല്ല. അപ്പോൾ അതെന്തുകൊണ്ട്? ഈ ക്ലേശിക്കൽ എവിടെ? ഈ ക്ലേശിക്കൽ അത് ദുനിയാവിലാണ്. ഈ ക്ലേശപ്പെടൽ അത് ദുനിയാവിലാണ് ഉണ്ടാകുക. ക്ലേശം അത് ഭർത്താവിനും ഭാര്യയ്ക്കും ഉണ്ടാവും. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഭർത്താവിനെയാണ് പറഞ്ഞത്. എന്തുകൊണ്ട്? പണ്ഡിതന്മാർ പറഞ്ഞത് ഭർത്താവ് ക്ലേശിച്ചാൽ ക്ലേശം അത് ഭാര്യയ്ക്ക് കൂടിയാണ്. ഭർത്താവിൻ്റെ സൗഭാഗ്യം അതും ഭാര്യയ്ക്ക് കൂടി സൗഭാഗ്യമാണ്. പിന്നെ ക്ലേശപ്പെടേണ്ടത് ആരാണ്? ദുനിയാവിലാണിത്. ദുനിയാവിൽ ക്ലേശപ്പെടേണ്ടത് ആരാണ്? ഭർത്താവാണ്. ഭാര്യയ്ക്ക് എന്തില്ല? ദുന്യവിയായ ഭാരങ്ങളൊന്നുമില്ല. ദുന്യവിയായിട്ടുള്ള ഭാരങ്ങളൊന്നുമില്ല. അത് ദുന്യവിയായിട്ടുള്ളത് വഹിക്കേണ്ടത് ഭർത്താവാണ്. അതുകൊണ്ടാണ് ഇവിടെ നിങ്ങൾ രണ്ടുപേരെയും പുറത്താക്കരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതിന് ശേഷം നീ ക്ലേശപ്പെടും എന്ന് പറഞ്ഞത്. നിങ്ങൾ രണ്ടുപേരും ക്ലേശപ്പെടും എന്ന് പറയാതിരുന്നത്. അതാണിപ്പോൾ നമ്മളിവിടെ ഈ ആമുഖം ഉണ്ടല്ലോ, വലഖദ് അഹിദ്നാ ഇലാ ആദമ മിൻ ഖബൽ ഫനസിയ വലം നജിദ് ലഹു അസ്മ. അതിൻ്റെ വിശദീകരണമാണ് ഇപ്പോൾ ഈ പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു കൊടുത്തിരുന്നു, ഇന്ന ഹാദാ അദുവ്വുൻ ലക വലിസൗജിക ഫലാ യുഖ്രിജന്നകുമാ. ആദം അലൈഹിസ്സലാത്തു വസ്സലാം എന്ത് ചെയ്ത്? ഇതാണ് മറന്നത്. അള്ളാൻ്റെ ഈ ഒരു വസിയ്യത്ത്, ആദമേ നിനക്കും നിൻ്റെ ഇണക്കും ശത്രുവാണിവൻ. ഇത് അവൻ നിങ്ങളെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കാൻ ഇടവരരുത് ഒരിക്കലും. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണർത്തിയിരുന്നു. ഫനസിയ, ആദം ഇതാണ് മറന്നത്. ഈ ഇബ്ലീസിനെ തന്നെ ആദം എന്ത് ചെയ്ത്? മറന്നു. ഇതാണ് നമ്മൾ പറഞ്ഞത്. ഇബ്ലീസ് വസ്വാസ് ഉണ്ടാക്കിയിട്ട് പറയുകയാണ്, നിങ്ങൾക്ക് പിന്നെ നിത്യവാസികളായി ഇവിടെ കഴിയാൻ, നിങ്ങൾക്ക് മലക്കുകളായിട്ട് പിന്നെ ജീവിക്കാൻ നിങ്ങൾ ഈ മരം ഭക്ഷിച്ചോളിമെന്ന് സത്യം ചെയ്ത് പറഞ്ഞു കൊടുത്തത്.
ആദം അലൈഹി സ്വലാത്തു വസ്സലാം അത് മറന്നു. ഇബ്ലീസിൻ്റെ ആ ചതിയിൽ ആദം അലൈഹി സ്വലാത്തു വസ്സലാം പെടുകയും ചെയ്തു എന്നുള്ളതാണ്. തയ്യും ഇന്ന ഹാദാ അദുവ്വുൻ ലക വലിസൗജിക ഫലാ യുഖ്രിജന്നകുമാ മിനൽ ജന്നതി ഫതഷ്ഖ.